നമസ്കാരം. മീറ്റ് ദ കാൻഡിഡേറ്റിൽ എന്നോടൊപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. സഖവേ, സ്വാഗതം. ഇതിനു മുൻപ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് താങ്കൾ തന്നെയാണ്. 2005 PKVയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ. അന്ന് പക്ഷേ പന്ന്യൻ രവീന്ദ്രനെ സഹായിക്കാൻ കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ DIC എന്ന പാർട്ടിയും ഉണ്ടായിരുന്നു. വലിയ വിജയം അന്ന് താങ്കൾക്കുണ്ടായി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇന്നിപ്പോഴുള്ളത്. എന്നിട്ടും ലോക്സഭാ മണ്ഡലത്തിൽ ഈ മത്സര രംഗത്ത് താങ്കൾ നിൽക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ വിജയപ്രതീക്ഷ എങ്ങനെ നിലനിർത്തുന്നു? അന്നും ഇന്നും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അന്ന് നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിലെ കക്ഷികളാണ് ഇന്നത്തെ കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള നമ്മളും. നമ്മൾ 63 MPമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു ഒന്നാം UPA സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ. ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പിന് ഓൾ ഇന്ത്യ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രിൻ്റെ പാർട്ടിയാണ് ഒരു ഭാഗത്ത് പിന്താങ്ങുന്ന ഇടതുപക്ഷ പാർട്ടികളിലെ ഒരു പാർട്ടിയുടെ നേതാവാണ് വേറൊരു ഭാഗത്ത്. അങ്ങനൊരു മത്സരം അന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൊതു സാഹചര്യം, ആ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രസക്തി, ആ പ്രസക്തി ഏറ്റവും കൂടിയൊരു കാലത്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം ഫെഡറൽ ഭരണ സംവിധാനത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്രത്തോട് കോടതിയിൽ ചലഞ്ച് ചെയ്യേണ്ട വന്നൊരവസ്ഥയുണ്ടായത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതുകൂടിയുണ്ട്. കോടതിയിൽ ചലഞ്ച് ചെയ്യുക. എന്തിനു വേണ്ടി? നമുക്ക് കിട്ടാൻ വിഹിതം കിട്ടാൻ വേണ്ടി. കേന്ദ്ര ഗവൺമെൻറ് കുറേ വിഹിതം കൊടുത്തിരിക്കുന്നു എന്ന് ഇല്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുക. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സ്റ്റേറ്റ് ഗവൺമെൻറ് കോടതി പോവുക. കോടതി എന്നിട്ട് ആ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടുക. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് തള്ളണം എന്ന് പറഞ്ഞപ്പം കോടതി അത് സ്വീകരിച്ചില്ല, ഭരണഘടനാ ബെഞ്ചിന് വിട്ട്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും സ്വീകരിച്ചുകൂടാൻ പറ്റാത്ത ഒരു നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ആ ഉപരോധത്തിൽ കൂടി സംസ്ഥാനത്തെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുക. അതാണ് കേന്ദ്രത്തിൻ്റെ നയം. അതിനാവശ്യമുള്ളൊരു സാധനമാണ് ED ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കേസിൻ്റെ ഭാഗമായിട്ടാണിപ്പം നമ്മുടെ സംസ്ഥാനം അവകാശത്തിന് വേണ്ടി കോടതിയിൽ പോയിരിക്കുന്നത്. അല്ല ശ്രീ പന്ന്യൻ, താങ്കൾ പറഞ്ഞത് കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ, താങ്കളുടെ പോസ്റ്ററുകളിലൊക്കെ കാണുന്നത് വിശ്വപൗരനെയല്ല, വിശ്വസിക്കാവുന്ന പൗരനെ വേണം തിരഞ്ഞെടുക്കാൻ എന്നാണ്. അതായത് BJPയെ അല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത്, UDFൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂരിനാണെന്ന് വ്യക്തമാണ്. അല്ല, അത് വ്യക്തമല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് LDFും UDFുമാണ്. BJP അപ്രസക്തമാണ്. നിങ്ങൾ കണക്കൂട്ടുന്ന മുഴുവൻ BJPയുടെ പഴയ കഥയാണ്. എന്ന് പറഞ്ഞാൽ 2014 14 രാജഗോപാലിന് നല്ല ഓർമ്മയുണ്ടാവും. അന്ന് രാജഗോപാൽ കേന്ദ്രമന്ത്രിയാവും എന്നൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് വന്ന വോട്ടായിരുന്നു അത്. കേന്ദ്രമന്ത്രിയാവുന്ന പിന്നെ രാജേട്ടൻ വ്യക്തിപരമായ അദ്ദേഹത്തോട് നമുക്ക് നല്ല ഇഷ്ടമാണ്. അതുകൂടി ചേർത്തുകൊണ്ട് ആ വോട്ട് കിട്ടിയത്. എന്നാൽ പിന്നെ വന്നപ്പോഴോ, രണ്ടാമത്തെ വട്ടം വന്നപ്പോഴോ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി. ഇത് കുമ്മനമാണ് പിന്നെ മത്സരിച്ചത്. ആ കുമ്മനം മത്സരിക്കുമ്പം അന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരു ശക്തി കൂടി അതിൻ്റെ കൂടി ഉണ്ടല്ലോ, അതുകൂടി ചേർന്നിട്ട് കുറച്ച് വോട്ട് കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BJPൻ്റെ വോട്ട് സ്ഥായിയായ വോട്ടല്ല അത്. ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ശ്രീ പന്ന്യൻ താങ്കൾ പറഞ്ഞു കേരളത്തിലുടനീളം മത്സരം UDFും LDFും തമ്മിലാണെന്നാണ്. പക്ഷേ ഇവിടെ താങ്കളുടെ മുഖ്യ എതിരാളി ഡോക്ടർ ശശി തരൂർ പറയുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം UDFും LDFും തമ്മിലല്ല, UDFും BJPയും തമ്മിലാണ് എന്നാണ്. അതായത് ശ്രീ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും
താങ്കളെ 3-ാം സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഡോക്ടർ ശശി തരൂർ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ശശി തരൂർ എന്നൊരാൾ എനിക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ധാർമ്മികമായി എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ അഭിപ്രായമായിരിക്കും. അഭിപ്രായമനുസരിച്ചാണെങ്കിൽ ഒരു കാര്യം അവർ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുക. ന്യൂനപക്ഷ വോട്ടുകൾ തട്ടാനുള്ള സൂത്രപ്പണിയുടെ ഭാഗമാണത്. കാരണം അത് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിന് വരും. ഇവിടെ ഇടതുപക്ഷമാണ് 1-ാം സ്ഥാനത്ത്. ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പയറ്റിയ തന്ത്രമാണോ ഇത്? അതെ, പലയിടത്തും പയറ്റിയിട്ടുണ്ട്. അത് പലപ്പോഴും പയറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരുന്ന ആസൂത്രിതമായ തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ആ തന്ത്രമാണ് കഴിഞ്ഞ തവണ അവസാനമാണ് തന്ത്രം പയറ്റിയത്. അവസാനം എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ അടുത്തെത്തുമ്പോൾ ഇവർ പറഞ്ഞ് ആളുകളോട് മുഴുവൻ പറഞ്ഞ് ഇത് സംഭവിക്കാൻ പോകുന്ന BJP ജയിക്കും, അത് ജയിക്കാതിരിക്കാൻ വോട്ട് നമുക്ക് ചെയ്യണം. അങ്ങനെയാണ് കഴിഞ്ഞവളെ കൊണ്ടുപോയത്. അങ്ങനെ വെച്ചാൽ ഇടതുപക്ഷത്തേക്ക് വരേണ്ട വോട്ടുകൾ കൂടി അങ്ങോട്ട് പോയി. ഇടതുപക്ഷത്തിന് അനുകൂലമായി വരേണ്ട വോട്ടുകളുണ്ട്, കോമൺ വോട്ടുകൾ, ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ, ആ വോട്ടുകൾ അങ്ങോട്ട് കൊണ്ടുപോയി. അതുപോലെ ഇത്തവണയും ആവർത്തിക്കാനാണ്. ആ വോട്ടുകൾ ഇത്തവണ UDFന് കിട്ടൂല എന്നവർക്ക് പൂർണ്ണ ബോധ്യമാണ്. 2014, 2019 ശശി തരൂർ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് തിരുവനന്തപുരത്തെ ലോകോത്തര നിലവാരമുള്ള ഒരു ഇരട്ട നഗരമാക്കി കൊണ്ടുവരും, ബാർസലോണയെ പോലെ ഒരു ട്വിൻ സിറ്റി എന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ആ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഇടതുപക്ഷത്തിന്റെ സങ്കുചിത താല്പര്യം കൊണ്ടാണ്, അവരുടെ സങ്കുചിത മനോഭാവം കൊണ്ടാണ്. തിരുവനന്തപുരം നഗരസഭയൊക്കെയാണ് ഇതിന് ഏറ്റവും അധികം വിലങ്ങതടിയായിട്ട് നിന്നതെന്നാണ്. അപ്പോൾ ഒരു പദ്ധതി നടപ്പാകാതിരിക്കുന്നതിനും കാരണം പറഞ്ഞത് അതാണ്. പൊടിയൂരിലെ കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ കാര്യത്തിലും ഇതേ ആരോപണമാണ് ശശി തരൂരിനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചില്ല എന്നത്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് തരൂർ ഇത്തവണയും ആളുകളെ കാണുന്നത്. അല്ല, നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയാത്തതിന്, എനിക്കതിൽ പ്രാപ്തിയില്ലാത്തതിന് താങ്കളെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യം ചെയ്യാമെന്നുള്ളത് ഞാനൊരു 40 മാസം കൊണ്ട് ഇവിടെ കാണിച്ചു കൊടുത്തല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ആകെ വിമാനത്താവളത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിൽ ഏങ്കർ ഉള്ളത് 2 സ്ഥലത്ത് മാത്രമാണ്. 3ാമതൊരു ഏങ്കർ ഉള്ളത് തിരുവനന്തപുരത്താണ്. എങ്ങനെ ഏങ്കർ വന്നതെന്ന് നിങ്ങൾക്കറിയോ? പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്നൊരു മന്ത്രി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. ആ മന്ത്രിയും ഞാനുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. കാരണം അദ്ദേഹം ഫുട്ബോളിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റാണ്, ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. നമ്മൾ തമ്മിലൊരു യാത്രയിൽ ഒരുപാട് കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല താങ്കൾ വ്യോമയാന മന്ത്രി, ഞാനാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ MP, ഒരു ഫുട്ബോൾ കളിക്കാരൻ MP. അപ്പം ഞാൻ അവിടെ MP ആയിട്ട് ആ നാട്ടുകാർക്ക് എന്ത് ചെയ്ത് എന്നുള്ള നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? എന്താ നിങ്ങളെ കോൺട്രിബ്യൂഷൻ? അപ്പോൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 200 കോടി സെക്കൻഡ് ടെർമിനൽ തന്നില്ലേ തിരുവനന്തപുരം. ഞാൻ പറഞ്ഞത് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. സെക്കൻഡ് ടെർമിനൽ നിങ്ങൾ വാഗ്ദാനമല്ലേ, പിന്നെ പണം അനുവദിക്കണ്ടല്ലേ, ഭൂമി അനുവദിക്കാൻ BS സമ്മതം തന്ന്, പിന്നെന്താ പ്രശ്നം? അതുപോലെ ഇത് എന്തെങ്കിലും ഒന്ന് പുതുതായിരുത്താം. അയാൾ ആലോചിച്ചിട്ട് അവസാനം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട് എൻ്റെ പദ്ധതിയിലുണ്ട്, അത് ഞാൻ ബോംബെയാണ് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രഫുൽജി നിങ്ങളെന്താ ബോംബെ നോക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടൊരുത്തനിടെ നിൽക്കുകയല്ലേ. അവസാനം അയാൾ മനസ്സോടെ സമ്മതിച്ച്. ഞാൻ പാർലമെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് പരിഗണിക്കാം. അങ്ങനെ ആ 100 കോടി ചെലവിൽ ഇവിടെ ഏങ്കർ വന്നത്. ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് നിയാമകമായുള്ള ഏർപ്പാട് മാത്രമല്ല, ഇതുപോലെ സേവ പിടിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമായിട്ട് താങ്കൾ പറഞ്ഞു വ്യക്തിപരമായ ആളുകളെ അധിക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ മാന്യതയോ മര്യാദയല്ലെന്ന് പറഞ്ഞില്ല. ഡോക്ടർ ശശി തരൂർ താങ്കളെക്കുറിച്ച് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. പക്ഷേ പന്ന്യനെ ജയിപ്പിച്ചു വിട്ടിട്ട് പാർലമെൻറ്റിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? പാർലമെൻറ്റിൽ എന്താ ചെയ്തത്? എൻ്റെ പാർലമെൻറ്റ് ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കട്ടെ. അദ്ദേഹം എന്താ പാർലമെൻറ്റ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ എത്ര തവണ പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്ത്, പാർലമെൻറ്റിൽ എന്തൊക്കെ കാര്യത്തിന് ഞാൻ പ്രസൻറ്റ് ചെയ്ത്, എത്ര ക്വസ്റ്റ്യൻ ചോദിച്ച്, ഇതൊക്കെയല്ലേ പാർലമെൻറ്റിൽ നമ്മൾ ജോലി ചെയ്തല്ലേ പ്രധാനം. അതിന് പുറമെ ഓരോരുത്തർക്ക് കമ്മിറ്റി ഉണ്ട്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൻ്റെ
എൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അറിയോ, അത് നമ്മളെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിലൂടെ 200 കോടി വാങ്ങിയെടുത്തത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിന്നിട്ടാണ്. നമ്മളെ നാട്ടിന് കിട്ടുന്ന പലതും നഷ്ടപ്പെട്ട് മിസ്റ്റർ ഗോപികൃഷ്ണൻ. നിങ്ങൾക്കറിയോ, നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടേണ്ടതായിരുന്നു എയിംസിൻ്റെ യൂണിറ്റ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്ത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിലും കിട്ടി തിരുവനന്തപുരത്ത് കിട്ടായിരുന്നത്? എന്തായിരുന്നു ഇതിന് തടസ്സം? തിരുവനന്തപുരത്ത് കിട്ടേണ്ടതിന് പാര വെച്ചതാരാ? UDF ആയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ശങ്കരൻ ആരോഗ്യമന്ത്രി. എഴുതി കൊടുത്ത പേരിൽ തിരുവനന്തപുരം ഇല്ല. ഞാൻ പാർലമെൻറ്റ് മെമ്പറായതിനു ശേഷം ഞാൻ അവിടെ പോയി മഴക്കടിച്ചതിന് ശേഷം അവർ പറഞ്ഞ് അതിന് പിന്നെ ഇങ്ങനെ തിരുവനന്തപുരത്തിന് പേരല്ല എഴുതി തന്നെന്ന്. ഞാൻ ഉടൻ തന്നെ പറഞ്ഞ് അത് പഴയ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് ഒപ്പീനിയമാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് പുതിയ ഗവൺമെൻറ് ഒപ്പീനിയൻ വാങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ BSോട് വിളിച്ച് പറഞ്ഞ് ഈ ഗവൺമെൻറ് ഒപ്പീനിയൻ കൊടുത്തത് തിരുവനന്തപുരം. ആ ഒപ്പീനിയൻ കിട്ടി ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കാലം കഴിഞ്ഞ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, തൽക്കാലം വികസനത്തിന് തരാം, നിങ്ങൾക്ക് നെക്സ്റ്റ് തരാം, എയിംസിൻ്റെ യൂണിറ്റ് തരാം. 15 വർഷമായില്ലേ? ഈ 15 വർഷക്കാലത്തിന് എന്താ ചെയ്ത്? അതിനിടയിൽ എയിംസിൻ്റെ യൂണിറ്റ് കിട്ടാൻ എന്തെങ്കിലും ചെയ്തോ? ജനത്തോട് പറയണ്ടേ? വല്ലതും ചെയ്തോ? ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനില്ലേ ഒരു ഡിവിഷൻ്റെ ആസ്ഥാന 5 വണ്ടി വന്നിട്ട് ട്രാക്കിൽ നിന്നാൽ പിന്നെ വണ്ടി കയറും. ഇവിടെ നമ്മളെ വണ്ടി മുഴുവൻ വഴിയിൽ കാത്തു നിൽക്കണ്ടേ? ഈ പറഞ്ഞതിനകത്ത് ഒന്നും ചെയ്യാത്തൊരു MP ആണ് ശശി തരൂർ എന്നാണല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 15 വർഷക്കാലത്തിനിടയ്ക്ക് തിരുവനന്തപുരത്ത് ഒന്നും നടന്നിട്ടില്ല. അതൊരു സത്യമല്ലേ? ആരാണ് ഉത്തരവാദിത്തം? അവർ ഉത്തരം പറഞ്ഞുകൊണ്ട് ശശി തരൂർന്നും പേര് പറഞ്ഞൊന്നും ഞാൻ ഒരാളുടെയും പേരിൽ ഞാൻ തമ്മിൽ തർക്കിക്കാനില്ല. ഒരാളെ എങ്ങനെ തർക്കുന്നില്ല. പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, പാർലമെൻറ്റിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിൽ എന്താ ചെയ്യാതിരുന്നെന്ന് പറയട്ടെ, അതല്ലേ വേണ്ടത്. ഈ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ പാർലമെൻറ്റിൽ സംസാരിക്കുന്നതല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാളം? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷല്ലേ? ആ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണോ പാർലമെൻറ്റിൽ വേണ്ടത്? പാർലമെൻറ്റിൽ ഏത് ഭാഷയിലും സംസാരിക്കുക. പാർലമെൻറ്റിനെ പറ്റി നല്ല പിടിയുള്ള ആളുകൾക്കറിയാം. ഏത് ഭാഷയിലും സംസാരിക്കുക. നിങ്ങൾ സംസാരിച്ചാൽ സെയിം ടൈം അതേ ഭാഷ ഏത് ഭാഷയിൽ വേണോ നിങ്ങൾക്ക് അതിന് തർജ്ജമ കിട്ടും. അതാണ് പാർലമെൻറ്റ് സിസ്റ്റം. CAA പോലെയുള്ള വിഷയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി LDF എല്ലാ മുന്നണികളിലും എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരത്ത് CAA പോലൊരു വിഷയം തിരുവനന്തപുരത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ LDFന് അനുകൂലമാക്കി തീർക്കും, അത് ഒരു ശശി തരൂർ എന്ത് പ്രയോഗിച്ചാലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ താങ്കൾ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെയോ ആരുടെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ സ്വരൂപിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാനില്ല. അതിനു വേണ്ടിയല്ല നയം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? ഈ രാജ്യത്തൊരു പൗരന് ഒരു പൗരത്വം കിട്ടാൻ എന്തിനാ മതം അതിനൊരു ഘടകമാവുന്നത്? മതനിരപേക്ഷ രാജ്യം ഇന്ത്യ സെക്കുലർ സ്റ്റേറ്റ്. സെക്കുലർ സ്റ്റേറ്റിൽ ഒരാൾക്ക് പൗരത്വം കിട്ടുന്നതിന് വേണ്ടി എന്തിനാ മതത്തിൻ്റെ പരിവേഷം? എന്നിൻ്റെ കാര്യമാണ്. അതാണല്ലോ വിഷയം. അല്ല, പറഞ്ഞത് BJPക്കെതിരെയാണല്ലോ. അതെങ്ങനെ BJP ഭരിക്കുന്നത്? അതുകൊണ്ടല്ലേ BJPക്കെതിരെ പറയുന്നത്. അതെങ്ങനെ UDFനെതിരെ ആകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, BJPക്കെതിരെ അതാ പറയുന്നത്. എന്നാൽ ആ കേസിൽ CAAയുടെ കാര്യത്തിൽ എന്തായിരുന്നു ഇവരുടെ സമീപനം? എന്താ കോൺഗ്രസിൻ്റെ സമീപനം? കോൺഗ്രസ് സമീപനം ചാഞ്ചാട്ടമാണ്. അവർക്ക് ഇത് മാത്രമല്ല, അയോധ്യയുടെ കാര്യത്തിലും ചാഞ്ചാട്ടമാണ്. അയോധ്യയുടെ കാര്യത്തിൽ എന്താ ഇവർ പറഞ്ഞത്? ആലോചിച്ച് തീരുമാനിക്കുന്നത്. എന്തിനാ ആലോചിച്ച് തീരുമാനിക്കുന്നത്? അയോധ്യ എന്ന് പറയുന്നത് എന്താ? ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം അത് പൊളിച്ച് പകരം അവിടെ ഉണ്ടാക്കിയത്. ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഋണമായി കിടക്കുന്ന ആ സംഭവത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരമ്പലമല്ലേ? അമ്പലം ആരോ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കുന്ന പോയി പ്രാർത്ഥിച്ചോട്ടെ. എന്നാൽ അതിൻ്റെ പേരിൽ അവിടെ വിളിച്ചപ്പം അവിടെ സ്വീകരിക്കാൻ പോയിട്ട് ആളുകളുള്ളതുകൊണ്ട് അവിടെ പോയി ആ സ്വീകരണത്തിൽ പങ്കെടുക്കണോ പാടേണ്ടോ തീരുമാനിച്ച് എന്തുകൊണ്ടാണ്? മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്സിന് വ്യക്തമായ നിലപാടില്ല. അതാ വിഷയം. ഈ വർഗീയ കക്ഷികളുടെ പിന്തുണ നേടിയെടുക്കാൻ UDF ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ച ഉടൻ തന്നെ LDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതേ LDF ആണ് 2019 PDPയുടെ പിന്തുണ തേടിയതും അബ്ദുൾ നാസർ മദനിയുമായിട്ട് വേദി പങ്കിട്ടതുമൊക്കെ. അപ്പോൾ മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഈ SDPI പിന്തുണ എന്നത് ഉന്നയിച്ചുകൊണ്ട് UDFനെ ആക്രമിക്കാൻ LDFനുള്ളത്? അല്ല, നിങ്ങൾ പറഞ്ഞ് അന്നത്തെ ഇന്ത്യയാണോ ഇന്നത്തെ ഇന്ത്യ? നിങ്ങൾ ഇന്ത്യൻ്റെ സ്ഥിതി എന്താ? BJP ഫസ്റ്റ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം BJP മാറിയ മാറ്റം കണ്ട?
നമ്മുടെ നാട്ടിൻ്റെ എല്ലാ നിലകളിലും BJP മാറിയില്ലേ? അവരെന്താ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ? ഓരോന്ന് അടിക്കടി അവർ കൊണ്ടുവരില്ലേ പിന്നാലെ. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇനി അധികാരത്തിൽ വന്നാൽ മാറ്റുമെന്ന് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞ? BJP MP അല്ലേ പറഞ്ഞതിന്. പിന്നെ നമ്മളങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ BJP RSSൻ്റെ തിട്ടൂരമനുസരിച്ച് BJP തീരുമാനിക്കും. ആ BJP പറയുന്നതൊക്കെ നോക്കാതെ, ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാതെ, നമ്മുടെ രാജ്യത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും സ്ഥിതി, അവിടുത്തെ ജനങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ ഇപ്പം ഭയാശങ്കയോടെ കഴിയുക. അന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ അവസ്ഥ. ആ ഒരു കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ ജനങ്ങളുടെ സ്ഥിതി ശരിക്കും പരിശോധിച്ച് പറയാണ് ഇതങ്ങനെ നല്ലതല്ല. അല്ലെ, SDPI പിന്തുണ വേണ്ടാന്ന് ഇപ്പോൾ UDF ഒരു തീരുമാനം എടുത്തു. അത് ഇടതുപക്ഷത്തിൻ്റെ ഈ സമ്മർദ്ദം മൂലമാണെന്ന് കരുതുന്നുണ്ടോ? അല്ലല്ല, അത് അവരത് തീരുമാനം എടുക്കുന്നതൊന്നും നമ്മളെ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല. അവരെ തീരുമാനത്തിനെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനും ഒരു കൃത്യമായ നിലപാടില്ല. അതതിൻ്റെ കേസ്. അപ്പോൾ LDFന് SDPIയുടെ വോട്ട് വേണ്ട? ആര്? നമ്മൾ വോട്ടിൻ്റെ കാര്യത്തിൽ ആരും ചോദിച്ചില്ലല്ലോ, ആരോടും ചോദിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ ചോദിച്ചില്ല, ഒഫീഷ്യലായിട്ടില്ലല്ലോ. നമ്മളെ പൊതുനയം അംഗീകരിക്കുന്ന ആളുകളുടെ വോട്ട് നമ്മൾ ചോദിച്ചു. എന്താ കാരണം? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരിയുടെ കണ്ണിലെ കരട. അതുകൊണ്ടാണ് കേന്ദ്ര ഭരണകൂടം നമ്മളെ ഇപ്പം ഒരു ഫൈനാൻസ് നിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ടുപോയി തടങ്കലിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോട് കാണിക്കാവുന്ന കാര്യമാണോ അത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് അത് നല്ലതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാ, രണ്ടും സമരസപ്പെട്ട് പോകണമെന്നാ. എന്താ ചെയ്യുന്നത്? ഇപ്പം GST വന്നതിന് ശേഷം സംസ്ഥാനത്തിന് നികുതിയൊന്നുമില്ലല്ലോ. അതിൽ അവർ പിരിച്ചെടുക്കല്ലേ? പിരിച്ചെടുത്ത വീതം കൃത്യമായി ഇവിടെ തരണ്ടേ? അത് തരാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ഒറ്റ പൈസയും കൊടുക്കാനില്ലാന്ന്. മാത്രമല്ല, നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്നിട്ട് പറഞ്ഞ്, കേന്ദ്രമന്ത്രിയാണ്, ഇവിടെ മത്സരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയാണ്, അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മീറ്റിങ്ങിലും തെരഞ്ഞെടുപ്പിനെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നടന്ന മീറ്റിങ്ങിലും അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഈ നാട്ടിൽ ഈ ഗവൺമെൻറ് സാമ്പത്തിക അച്ചടക്കമില്ല, വേണ്ടുന്നതിന് അല്ല, അത് തന്നെ. അതിൻ്റെ കൂടെ എന്താ പറയുന്നത് ഇവിടെ ഒരുപാട് പെൻഷൻ സ്കീം കൊടുക്കുന്നു. 1600 രൂപ ഒരു ഗതിയുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുന്നത് തെറ്റാണോ? ആ കൊടുക്കാനുള്ള പണത്തിൻ്റെ വിഹിതം കിട്ടണമെങ്കിൽ അവൻ നമുക്ക് തരേണ്ട കാശ് തരണ്ടേ? കണക്കനുസരിച്ച് അത് കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വലിയ വിഷയമാണ്. 1,05,000 കോടി രൂപ തരാനുണ്ട്. ഇപ്പം സുപ്രീം കോടതിയിൽ നമ്മൾ കേസുമായി പോയപ്പോൾ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞേ? കേന്ദ്ര ഗവൺമെൻറ് ഏറ്റുമുട്ടാൻ വേണ്ടി പോകാൻ പാടില്ല കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി, നമുക്ക് സമന്വയമായി സംസാരിച്ച് തീർക്കായിരുന്നു. എവിടെ തീർക്കാനാ? അവരൊന്നിനുമില്ലല്ലോ അവർ കേന്ദ്ര ഗവൺമെൻറ്. പന്ന്യൻ, ഈ അഴിമതി എന്നതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ BJPക്കെതിരെ ഇടതുമുന്നണി പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമാണ്, ആയുധമാണ് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി എന്നത്. അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ, മകൾക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി വിവാദവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ CPMന്റെ ഈ രഹസ്യ അക്കൗണ്ടുകൾ കുറിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണവും ഒക്കെ ചർച്ചയാക്കപ്പെടില്ലേ? അതിന് മറുപടി പറയാൻ LDFന് ബാധ്യതയില്ലേ? എല്ലാം ആ ചർച്ചയൊക്കെ എത്രയായി പറയാൻ തുടങ്ങിയിട്ട്? അല്ല, ഇപ്പോഴും അത് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന ഗോപികൃഷ്ണൻ മറന്നുപോയോ? ബിരിയാണി ചെമ്പി കൊണ്ടുവന്ന സ്വർണം കടത്തിക്കൊണ്ടുപോയി. എവിടെ പോയത്? ബിരിയാണി ചെമ്പ് എവിടെ പോയി? അതിൻ്റെ സ്വർണ്ണം എവിടെ പോയി? അന്ന് എന്തൊരു പ്രചരണമായിരുന്നു ഗവൺമെൻറ്റിനെതിരായിട്ട്. പക്ഷേ കിട്ടിയ 99 സീറ്റാണ് കിട്ടിയത്. നമുക്ക് സീറ്റ് കൂടുക. ഇത് കേരളത്തിലെ ജനങ്ങൾ എല്ലാ അനുഭവത്തിൽ പാഠം പിടിക്കുന്നവരാ. പറഞ്ഞ കാര്യം നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അത് ജനങ്ങൾക്കറിയാമെന്നേ. കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കട്ടെ. അനുഭവമാണ് അവർ ഗുരുനാഥന്മാർ. അനുഭവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങളുടെ ഏത് കാര്യത്തിനും അവർക്ക് താങ്ങാൻ നിൽക്കുന്നത്. ഇവിടെ ഈ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് UDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ശ്രീ പന്ന്യൻ രവീന്ദ്രന്റെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഒരു വികസന കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറയാ, വികസന പ്രവർത്തനത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരാൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടിയാ. ഇനി തിരുവനന്തപുരത്ത് എല്ലാം നടക്കും. ഇനി ആ വാക്കിൽ അർത്ഥമുണ്ട്. ഇനി നിങ്ങളെല്ലാം പരസ്യം നോക്കിക്കോ, ഇനി തിരുവനന്തപുരത്ത് എല്ലാം നടക്കും. എന്താ ഇനി? 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ ഇവിടെ മത്സരിക്കുന്നത് BJPക്കാരനായിട്ടാണ്. BJP ഭരിക്കുന്ന കേന്ദ്രം. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് BJPക്ക് അറിയില്ലേ തിരുവനന്തപുരം മത്സരിക്കേണ്ട മണ്ഡലമെന്ന്?
എന്തെങ്കിലും ഒരു കാര്യം ബി ജെ പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റസമ്മതത്തോടെ പറയുക, ഇനി എല്ലാം നടക്കും. എന്ത്? എന്നെ ജയിപ്പിച്ചു വിട്ടാൽ എല്ലാം നടക്കും. ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ എന്നെ കാണില്ല. അങ്ങനെയാണല്ലോ പലരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരെ വഴിക്ക് പോകും. ഈ നാട്ടിനോട് ഒരു സ്നേഹം കാണാറില്ല. അതാ തിരുവനന്തപുരത്തുകാരുടെ പൊതുധാരണ. അതാണ് തിരുവനന്തപുരത്ത് എം പിമാർ. ഞാൻ 40 വർഷമായി തിരുവനന്തപുരത്ത് ജീവിക്കുക. ഇവിടെ ഏത് കാര്യത്തിനും ജനങ്ങളെ കൂടിയുണ്ടാവും. ഈ തിരുവനന്തപുരത്തിന് വികസനത്തിന് ആവശ്യമായ എല്ലാത്തിനും ഞാൻ കൂടിയുണ്ടാവും. വികസനം അനിവാര്യമാണ്. ഇവിടെ ഹൈക്കോടതി ബെഞ്ച് വേണ്ടേ? എന്താ ഹൈക്കോടതി ബെഞ്ച് നമുക്ക് തരാത്തത്? ന്യായമായിട്ട് കിട്ടേണ്ട ഹൈക്കോടതി ബെഞ്ചല്ലേ? എന്താ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തരാഞ്ഞ്? BJP ഭരിക്കുമ്പോൾ തന്നില്ലല്ലോ. എന്താ തരാത്തത്? ബെഞ്ചാണ് നമ്മൾ ചോദിച്ചേ, ഹൈക്കോടതിയല്ലേ ചോദിച്ചത്. എന്താ തരാതിരിക്കുന്നതിൻ്റെ കാര്യം? അന്ന് ഞാൻ പിന്നാലെ നടന്നിട്ട് അവസാനമായ ഭരദ്വാജ്, അന്ന് കേന്ദ്ര നിയമമന്ത്രി, അദ്ദേഹം എന്നോട് പറഞ്ഞ, പന്ന്യൻജി ഞാൻ എല്ലാ ശ്രമവും നടത്തി. ഒരു കാര്യം ചെയ്യും, കേരളത്തിലെ ക്യാബിനറ്റ് മന്ത്രിമാരോട് ആരോടെങ്കിലും ഒന്ന് പറ, ഒന്ന് ക്യാബിനറ്റ് ഉന്നയിക്കാൻ. ഞാൻ അപ്പം എഗ്രി ചെയ്യാം. നമ്മളെ മന്ത്രിമാരോട് എല്ലാവരോടും പോയി പറഞ്ഞല്ലോ. ആരെങ്കിലും സഹായിച്ചോ? ഇല്ലല്ലോ. എന്താ കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് MPമാരെ ധാരണ? അവരെ ധാരണ അവിടെ എത്തിയാൽ അവർ അഖിലേന്ത്യാ നേതാക്കന്മാർ, അഖിലേന്ത്യാ MPമാരാണ്. അവർ നാട്ടിൻ്റെ കാര്യത്തിൽ അവർക്കില്ല. നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് ഇവർ ആരെങ്കിലും ഉണ്ടോ? അവസാനമായി ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് നേരത്തെ തന്ന വാഗ്ദാനം ഉണ്ടല്ലോ, സോണിയാഗാന്ധി മധ്യസ്ഥം പറഞ്ഞ് തന്ന വാഗ്ദാനം ഓർമ്മയില്ലേ? കോച്ച് ഫാക്ടറി പാലക്കാട്ട് എവിടെ പോയി? എറണാകുളത്തെ വാഗൻ ഫാക്ടറി എവിടെ പോയി? വാഗ്ദാനം തന്ന കോൺഗ്രസ്സാണ്. അതിനുശേഷം 7 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച് മൻമോഹൻ സിംഗ് കിട്ടിയോ? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസും BJPയും രണ്ടും കേരളത്തോട് കാണുന്ന ശത്രുതാ സമീപന. എന്തുകൊണ്ട്? BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ്സിന് ഇനി കേരളത്തിൽ ഭരണത്തിൽ വരാൻ കഴിയുമെന്ന പഴയ ധാരണ മാറിയിരിക്കുന്നു. അവരതുകൊണ്ട് നിസ്സഹായനായി നിൽക്കുക. രണ്ടാളും കൂടി ഒരുമിച്ച് ചേർന്നാൽ വലിയ ഗുണവും കിട്ടുമെന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് അവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചു വരും. കാരണം എന്താ? ജനങ്ങളെ കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ജനങ്ങൾക്കറിയാം അവരെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഓട്ടോറിക്ഷയിൽ ഞാൻ പോവും. ഞാനിവിടെ നിൽക്കും. ഞാനിവിടെ തന്നെ താമസിക്കും. ഇവിടെ 40 വർഷമായി ഇവിടെ ജീവിക്കുക. ഞാൻ കണ്ണൂർ ജനിച്ചിട്ട് കണ്ണൂർ താമസിച്ചതിനേക്കാളും കൂടുതൽ തിരുവനന്തപുരത്താണ്. ഇനിയും ഞാൻ ഉണ്ടാവും. ജയിച്ചാൽ ഞാൻ പറന്നു പോവില്ല. ജയിച്ചാലും തോറ്റാലും ഇവരെ കൂടി ഉണ്ടാവും. ശരി, ഏതായാലും ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ജനവിധിക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം.